ബോബി ചെമ്മണ്ണൂരിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കുറ്റപത്രം കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. നടി ഹണി റോസിനെ പല രീതിയിൽ ആക്ഷേപിക്കുകയും അവരെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും അവരുടെ പല ഉദ്ഘാടനത്തിലും ഞാൻ കമൻ്റ് ഇടുകയും സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരായിട്ട് വളരെയധികം അധിക്ഷേപം നടത്തിയ വ്യക്തിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. നേരത്തെ അദ്ദേഹത്തിൻ്റെ പല വ്യവസായ സ്ഥാപനങ്ങൾ ഇനാഗുറേഷൻ ഇവരെ വിളിച്ചിരുന്നു. പക്ഷേ പിന്നീട് മോശമായ അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ അവരെ വിമർശിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ടും ഒക്കെയുള്ള വാക്കുകൾ ധാരാളം ഇട്ടു. പലരും അത് വിലക്കിയെങ്കിലും അയാൾ വീണ്ടും അത് തുടർന്നു. ആരെയും ഭയമില്ല തനിക്ക്, ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ആരെ വേണം അധിക്ഷേപിക്കാമെന്നാണ് കരുതുന്ന പുള്ളി. തൻ്റെ ബിസിനസ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഹൈക്കോടതി കൃത്യമായിട്ട് ജാമ്യത്തിൽ വന്നപ്പോൾ അതേപ്പറ്റി കൃത്യമായ ചില നിർദ്ദേശങ്ങളും ഡയറക്ഷനും കൊടുത്തു കഴിഞ്ഞു. ആ കേസ് രജിസ്റ്റർ ചെയ്ത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഹണി റോസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവരുടെ 164 രഹസ്യമൊഴി BNS 181 പ്രകാരം കോടതിയിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹണി റോസ് ക്ഷമിച്ചാലും ശരി, അവരുടെ 164 അല്ലെന്നുണ്ടെങ്കിൽ 183 BNS പ്രകാരമുള്ള അവരുടെ ഇയാൾക്കെതിരായിട്ടുള്ള മൊഴി കോടതി രേഖപ്പെടുത്തി കഴിഞ്ഞു. പോലീസ് കൃത്യമായിട്ട് ആ കേസിൻ്റെ അന്വേഷണം നടത്തി. ഇയാൾ ആരെയൊക്കെ അധിക്ഷേപിച്ചിട്ടുണ്ടോ അതെല്ലാം ഡിജിറ്റൽ എവിഡൻസാണ്. ഹണി റോസിനെതിരായിട്ടും അധിക്ഷേപിച്ചത് ഡിജിറ്റൽ എവിഡൻസാണ്. അതിന് കൃത്യമായ FIR വന്നു. അതിനകത്ത് BNSൻ്റെ 74, 78, 79 വകുപ്പുകളാണ് ഇടുന്നതെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായി 354A, അതാണ് BNSൻ്റെ 74. അതുണ്ടായി. ലൈംഗികമായിട്ടൊക്കെ അത് ധ്വനിപ്പിക്കുന്ന വാക്കുകളും ആക്ഷനും എക്സ്പ്രഷനും ഒക്കെ അയാൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡിജിറ്റൽ എവിഡൻസ് കോടതിയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എടുത്ത് ഹാജരാക്കിയിട്ടുണ്ട്. സാക്ഷികളൊന്നും വേണ്ടല്ലോ. ഈ ഡാൻസും അദ്ദേഹത്തിൻ്റെ ചവിട്ടും നാടകവും ദേഹത്ത് സ്പർശിക്കുന്നതും കമൻറ്റും എല്ലാം ഒരു ഡയറക്റ്റ് എവിഡൻസായിട്ട് കോടതി എത്തിക്കഴിഞ്ഞു. അതിനൊന്നും സാക്ഷിയുടെ ആവശ്യമില്ല. പക്ഷേ വാദിയായിട്ട് ഹണി റോസ് എന്ന് പറഞ്ഞാൽ നടി വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഇയാൾ ജാമ്യത്തിന് പോകുന്നതിന് മുമ്പ് ഇയാളെ സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു. 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി. ജയിലിൽ പോയി ഇരുന്നിട്ടും ചില നമ്പറുകൾ ഇറക്കി. ജയിലിലെ DIGയും അവിടുത്തെ സൂപ്രണ്ടും ഇദ്ദേഹത്തിനെ രഹസ്യമായിട്ട് വന്ന് കണ്ടു. അവിടുത്തെ ആ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ട് വേണം ഏത് മഹാം വന്നാലും ശരി, ജയിലിലെ ജീവനക്കാരായാലും ശരി, ഒരു തടവുകാരനെ കാണണമെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടി ബുക്കിനകത്ത് ആ ഡ്യൂട്ടി ഓഫീസർ വരുന്നവരുടെ പേരും അഡ്രസ്സും മൊബൈൽ നമ്പർ രേഖപ്പെടുത്തണം. വന്ന് എത്ര മിനിറ്റ് അവിടെ കണ്ടു സംസാരിച്ചു എന്നുള്ള കാര്യവും രേഖപ്പെടുത്തും. അവിടുത്തെ DIGയും ആ ജയിലിലെ DIGയും അതുപോലെ തന്നെ ജയിലിലെ ഒരു സൂപ്രണ്ടും വന്ന് ബോബി ചെമ്മണ്ണൂരിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കീഴിൽ കിടക്കുന്ന ആളായാലും ശരി, ആ സബ് ജയിലിൻ്റെ ചുറ്റുവട്ടത്ത് അവിടെ ആര് വന്നാലും ശരി അവിടെ രേഖപ്പെടുത്തണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും രേഖപ്പെടുത്താൻ രഹസ്യമായി ഇദ്ദേഹമായിട്ട് സംസാരിച്ച് 2 മണിക്കൂർ സംസാരിച്ചിട്ട് പോയി. അവർക്കെതിരായിട്ട് നടപടിയെടുക്കണമെന്നുണ്ട് ജയിൽ DGPയുടെ റിപ്പോർട്ടും പോയിട്ടുണ്ട്. എന്തായെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇയാൾ ജാമ്യത്തിന് ഹൈക്കോടതി പോയി. ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേകം ഒരു പരിഗണന കൊടുക്കാൻ കഴിയില്ല. അയാൾ വ്യവസായിയാണ്, മില്യനെയർ ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് ധാരാളം ജീവനക്കാർ അയാളുടെ കീഴിലുണ്ടെങ്കിലും അയാൾക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുക. അയാൾ ഇവിടെ ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ ഒക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് കേരള ഹൈക്കോടതി ജഡ്ജി പറയുകയും ചെയ്തു. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ഒരാളെ നമുക്കറിയാം, പല ആൾക്കാരും അവരുടെ ബോഡി ഷെയ്മിങ് വെച്ചിട്ട് കളിയാക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇയാളുടെ കാര്യത്തിൽ. കാരണം ആ രീതിയിലുള്ള കമൻറ്റുകൾ ഇയാൾ പറയുകയും ചെയ്തു. അപ്പോൾ അത് ഹൈക്കോടതിയുടെ ആ ബെയിൽ ജാമ്യത്തിന് വന്ന പേപ്പറിൽ അതിൻ്റെ റെക്കോർഡിനകത്ത് അത് കൃത്യമായിട്ട് പറഞ്ഞു. ബോഡി ഷെയ്മിങ്ങിനെ പറ്റി നമുക്ക് ഒരഭിപ്രായം പറയാൻ, മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന ആണ്, ഒരു വ്യക്തിയെ ആക്ഷേപിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് ഇന്ത്യയിൽ അനുവദിച്ചിട്ടില്ല. ഒരാളുടെ
പ്രത്യേകിച്ച് ഹണി റോസിനെ പറ്റി, അവരുടെ ബോഡി ഷേപ്പിങ്ങിനെ പറ്റിയും അവരുടെ ചില പ്രത്യേക അവയവങ്ങളെ പറ്റിയൊക്കെ ഇയാൾ പരാമർശം നടത്തിയിട്ടുണ്ട്. ആ ബോഡി ഷെയ്മിങ് ഒഫൻസാണ്, കുറ്റകൃത്യമാണ്. അങ്ങനെ ഒരാളെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഡിപ്രഷൻ ഉണ്ടാകാം. പലർക്ക് അവരെ പറ്റിയുള്ള എത്ര സൗന്ദര്യമില്ലാത്ത ആളായാലും ശരി, സ്വയം അവരെ പറ്റിയൊക്കെ ഒരു എസ്റ്റീം, ഒരു കണക്കൂട്ടലുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അതൊരു ബുള്ളിങ് ആയിട്ട് നമുക്ക് ബുള്ളിങ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പോയി. എമോഷണൽ ട്രോമ ഉണ്ടാവും അവർക്ക്. കാരണം സെൽഫ് ഡൗട്ട്, നമ്മളെപ്പറ്റി തന്നെ നമുക്ക് സംശയം, താൻ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. നമുക്കറിയാം, ജനിക്കുമ്പം തന്നെ ഓരോരുത്തരുടെ അവയവങ്ങൾക്ക് പ്രത്യേക നിറവും സൈസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരിക്കലും നല്ലതല്ല, ശരിയല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ബോഡി ഷെയ്മിങ്ങിനെ പറ്റി സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജാമ്യം നൽകിക്കൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഒരു മഹാനാണ്, സാമ്പത്തികമായിട്ട് ഉന്നത രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ആരെ അധിക്ഷേപിക്കാനും ആരെയും ആക്ഷേപിക്കാനും ഒക്കെയുള്ള റൈറ്റ് ഉണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ആരെയൊക്കെ കളിയാക്കിയിട്ടുണ്ടോ, ബോഡി ഷേമിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, ഇയാളുടെ ചരിത്രം എന്ന് മുതൽ ഇയാൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഷൈൻ ചെയ്യുന്നു, അത് മുഴുവൻ, അതിനകത്തുള്ള വൾഗാരിറ്റി മുഴുവൻ അത് ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് ഈ കുറ്റപത്രത്തിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ധാരണ ഇയാളെ ശിക്ഷിക്കാനാണ് സാധ്യത. കാരണം ഇയാളെ കാണാനായിട്ട് വന്ന DIGയും അവിടുത്തെ ജയിൽ സൂപ്രണ്ടും അവർ പോയ ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം അനുവദിച്ചപ്പം ഇയാളൊരു മഹാനാണെന്ന് കരുതി സബ് ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിന് ഹൈക്കോടതി അനുവദിച്ചിട്ടും ജാമ്യത്തിന് ഇയാൾ പോകാതെ അവിടെ മറ്റ് തടവുകാരോടൊപ്പം ഞാൻ ഇവിടെ ചെലവഴിക്കും എന്നുള്ള രീതിയിലൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടോടുകൂടി ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യത്തിന് ഹാജരായ വക്കീലിനെ വിളിച്ചു. വക്കീലിൻ്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ക്ലയൻ്റാണ്, അദ്ദേഹത്തിൻ്റെ വക്കാലത്ത് വരെ പോകുന്ന സന്ദർഭത്തിൽ ഇപ്പം ജയിലിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടു. എന്താണ് കോടതിയെന്നും എന്താണ് ജയിലെന്നും കോടതിയുടെ അധികാരം എന്താണെന്നൊക്കെ അറിയാൻ മേലാതെ സബ് ജയിലിൽ കിടന്ന് കോടതി ജാമ്യം കൊടുത്ത ശേഷവും കോടതിയെ അപമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അയാൾ അവിടെ ചെയ്തത്. അതോടുകൂടി വക്കീലിനെ സമൻ ചെയ്തതോടുകൂടി ആ സബ് ജയിലിൽ നിന്ന് ജാമ്യം വാങ്ങി ഇറങ്ങി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അതുകൊണ്ട് തെളിവുകൾ ഇയാൾക്ക് എതിരാണ്. അത് തന്നെയല്ല, ആ ഹണി റോസ് കോടതിയിൽ പോയി 164 മൊഴി കൊടുത്തിട്ടുണ്ട്. അത് അതിശക്തമായ മൊഴി തന്നെയാണ്. ഇയാളുടെ ഷോപ്പിൽ ഇനാഗുറേഷൻ വിളിച്ച ശേഷം അയാൾ സ്റ്റേജിൽ കിടന്ന് ഡാൻസ് കളിക്കുകയും അവരെ അവമാനിക്കുന്ന രീതിയിൽ അവരുടെ ദേഹത്ത് സ്പർശിക്കുകയും അവരുടെ കഴുത്തിലേക്ക് കൈയിടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടു. അതുകൊണ്ട് അത് മതി എവിഡൻസിന്. അത് തീർച്ചയായിട്ടും 354 IPC അനുസരിച്ച് അല്ലെങ്കിൽ 74 BNS സെക്ഷൽ ഹറാസ്മെൻറ്റ് തന്നെയാണത്. അതുപോലെ ഇയാൾ അവരുടെ പിന്നാലെ പതുങ്ങി നടന്ന പോലെ സ്റ്റോക്കിങ്ങിൽ മുമ്പ് ഇയാൾ വന്നു കഴിഞ്ഞു. അതിനൊക്കെ 3 വർഷം വെച്ച് ശിക്ഷ കിട്ടുന്നതാണ്. അതുകൊണ്ട് 74, 78, 79 BNS ആണ് ഇയാൾക്കെതിരായിട്ട് കുറ്റചാർജിനകത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ കരുതുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും 3 വർഷത്തെ തടവിന് ഇയാൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാൾ പലപ്പോഴും ഇതിന് ശേഷം പലരോടും എനിക്കറിയാതെ പറ്റിപ്പോയതാണ്, ബിസിനസ്സിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ ചെയ്തു പോയതാണ്, അതുകൊണ്ട് എല്ലാവരും മാപ്പാക്കണമെന്നൊക്കെ പറയുന്നതും കുറ്റം ചെയ്തതിന് ശേഷം മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ആ അധിക്ഷേപങ്ങൾ ആണ് ഇയാൾ നടത്തിയത്. പലരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഇയാളെ സഹായിച്ചുകൊണ്ട് 1-2 ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവർക്കെതിരായിട്ട് എറണാകുളത്ത് കേസെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാൾക്കെതിരായിട്ട് കുറ്റചാർജ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കൊടുത്തു കഴിഞ്ഞു. ആ കുറ്റചാർജ് കുറ്റമറ്റതാണ്. അതിനായിട്ട് ഡിജിറ്റൽ എവിഡൻസ് മാക്സിമം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ശേഖരിച്ച് അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ കുറ്റചാർജിനൊപ്പം എന്നാണ് ഞാൻ കരുതുന്നത്.